നമ്മൾ ഈ നവോത്ഥാന പ്രസ്ഥാന നേതാക്കന്മാരായ പണ്ഡിതന്മാരെന്നെ നമ്മളോട് പറഞ്ഞ് നമ്മൾ അറപ്പാവുന്ന നോക്കാൻ മതി. എന്നിട്ടോ ഒരു അറഫെ ജനങ്ങൾ ഇത്രയും ദിവസം വന്ന് നോമ്പ് നോറ്റി നമ്മളെ പറ്റിച്ച്. എന്നിട്ടോ പിറ്റേ ദിവസം അവർക്ക് നോമ്പുമില്ല, പെരുന്നാളില്ല. ശുദ്ധശൂന്യ ഡേ, ഒരു വാക്യൂം ഡേ, ശുദ്ധശൂന്യമായ ദിവസം. നോമ്പുമില്ല, പെരുന്നാളുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം പെരുന്നാൾ. അപ്പൊ പറയാം പെരുന്നാൾ ജനങ്ങളോടൊപ്പമാണെന്നാ. ഞാൻ ചോദിക്കട്ടെ, ഈ ജനങ്ങൾ 37 രാഷ്ട്രങ്ങളിലുള്ള ജനങ്ങളും സൗദി അറേബ്യയിലേക്ക് ലോകത്തിന്റെ സർവ്വഭാഗത്തിൽ നിന്നും കുത്തിയൊഴുകിയിട്ടുള്ള ഹാജിമാരും ഈ ചൊവ്വാഴ്ച ഈദുൽ അദ്ഹ നടത്തുമ്പോൾ ലോകത്തുള്ള അന്നാസിന്റെ വിവാദത്തല്ലേ അത്? അപ്പം ഇവർ ചോദിക്കും, കഴിഞ്ഞ കൊല്ലം ജനങ്ങളെല്ലാം അറഫ നിന്ന സമയത്ത് നിങ്ങൾ അന്ന് തലേ ദിവസം തന്നെ അറഫ നോമ്പ് പറ്റില്ല, ഞങ്ങൾ അങ്ങനെ നോമ്പ് വെക്കും. കാരണം എന്താണ്? ഞങ്ങൾ കണക്കനുസരിച്ചിട്ടാണ്. കാരണം കണക്കാണ് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ നിയമം. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അല്ലേ? മനോഹരമായ നമ്മൾ സൂറത്ത് റഹ്മാൻ ഒന്നല്ലേ, സൂര്യനും ചന്ദ്രനും അതികണിശമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സഞ്ചരിക്കുന്നത്. അതിന് കണക്കുണ്ട്. മാത്രമല്ല, ഇന്ന് ഇന്നത്തെ സൂര്യ പറഞ്ഞപ്പോ മാസങ്ങൾ 12 എണ്ണമാണെന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ പടച്ച നാൾ മുതൽക്ക് തന്നെ മാസം 12 നിർണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ മാസം ഇത്ര ദിവസം എന്ന് അല്ലാഹു തആല ആകാശഭൂമികൾ പടച്ച നാളിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമോ? സൂര്യന്റെയും ചന്ദ്രന്റെയും അധികാരി നമ്മളാ, പടച്ചവനല്ലേ അതിന്റെ അധികാരി. പിന്നെ അതറിയാത്ത കാലഘട്ടത്തിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കണം. അറിയുന്ന കാലത്തോ ആ അബദ്ധങ്ങൾ ആവർത്തിക്കാൻ പാടുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോ, മദീനയിൽ നോമ്പ് നോറ്റ് നടക്കുമ്പോ മദീനയുടെ പുറത്ത് ഭാഗത്തുള്ള കുറെ ആളുകൾ വന്നവിടെ അവർ പെരുന്നാൾ ആഘോഷിച്ചാ വന്നു. ഹദീസുകൾ പറയുന്നത് അവർ വന്ന സമയം ഒരു ദിവസത്തിന്റെ അവസാനത്തെ സമയമായിരുന്നു എന്നാണ്. ഞാൻ അതെല്ലാം ഉദ്ധരണികൾ ഉദ്ധരിക്കാത്ത സമയം പോകുന്നു, കുറെ കാര്യങ്ങൾ പറയാനുണ്ടായതുകൊണ്ട് എല്ലാം പറഞ്ഞു പോവുകയാണ്. അവർ പറഞ്ഞ നബിയെ, എന്താ നിങ്ങൾക്ക് നോമ്പ്? ഞങ്ങൾ മാസം മാറിയ തീരുമാനിച്ചിട്ട് പെരുന്നാൾ ആഘോഷിച്ചല്ലോ. പെരുന്നാൾ ആഘോഷിച്ച് പെരുന്നാൾ ചോറൊക്കെ തന്നു, പെരുന്നാൾ എഴുതി നമസ്കരിച്ച് ചോറും തന്നിട്ട് മദീനയിൽ വന്നിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ മുസ്ലിങ്ങൾ? ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ. ശാസ്ത്രമല്ലായ ഭാഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിച്ചു പറഞ്ഞു, ജനങ്ങളോട് നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നതാണെന്നറിയോ? ഈ ആഖിരിൻ നഹാരിന, പകലിന്റെ അവസാനം ആകാറായിരിക്കുന്നത് ആ സമയത്താ ഈ സംഭവം. അപ്പൊ നോമ്പ് 75% നോമ്പ് നോറ്റിക്കുന്നത് അന്നത്തെ ദിവസത്തെ. എന്നിട്ടാണ് കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ജനങ്ങളെല്ലാം നോമ്പ് ഒഴിവാക്കി. എന്നിട്ട് നബി പറഞ്ഞു, നമസ്കരിക്കേണ്ട സമയം രാവിലെയാണ്, അത് കഴിഞ്ഞുപോയി. അവിടെ നാളെ രാവിലെ മുസല്ല വന്ന് നിസ്കരിച്ചാൽ മതി. ഇന്നിപ്പോ ഈദിന്റെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു, നിസ്കരിക്കേണ്ട സമയം, അത് നാളെ കഥാവിച്ച് നിസ്കരിക്കാം. നോക്ക് നിങ്ങൾ, പ്രവാചകൻ അവരോട് ചോദിച്ചോ നിങ്ങളുടെ നാട്ടിൽ കണ്ടത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളവിടെ കണ്ടിട്ടില്ല. ഇത് നസ്സാണ് കൂട്ടരെ, നസ് പ്രവാചകന്റെ സംഭവമാണ് വിവരണം. ഇതില്ലെന്ന് പറയട്ടെ, നേരത്തെ പറഞ്ഞ കാര്യം അപ്പം നമുക്ക് തെളിവ് പറയാം. കിതാബിൽ ഇല്ലാന്നൊരു പറയട്ടെ, അതിന് ധൈര്യം കാണിക്കട്ടെ നമ്മുടെ പണ്ഡിതന്മാർ. ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന്. അത് അബദ്ധമാണ് സംഭവിച്ചത്. പ്രവാചകനും സായന്മാർക്കും മറവി സംഭവിച്ചതാണ്, അബദ്ധം പറ്റിയതാണ്. ആ അബദ്ധത്തിന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കൂല. റുഫിഅൽ ഉമ്മത്തിയാൽ ഖതഉൻ നിസ്യാൻ, എന്റെ ഉമ്മത്തിന് അബദ്ധത്താലും മറവിയാലും പറ്റിയതിന്റെ പേരിൽ ശിക്ഷയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അബദ്ധം സംഭവിച്ചു, തിരുത്തി. പെരുന്നാൾ കൊണ്ട് ആളുകൾ അവിടെ വന്ന് പറഞ്ഞപ്പോ നോമ്പ് ഒഴിവാക്കി. എന്നാൽ കാലം ഒരു 2 മണിക്കൂർ ബാക്കിയുള്ളൂ, അതും കൂടി പൂർത്തീകരിച്ചോട്ടെ എന്ന് വിചാരിച്ചോ? അതുപോലെ തന്നെ മറ്റൊരു സംഭവം, നോമ്പ് തുറക്കുന്ന സമയത്തിൽ പോലും അബദ്ധം പറ്റി. സൂര്യൻ അസ്തമിച്ചു എന്ന് ചില ആൾക്കാർ വന്ന് പറഞ്ഞു. സൂര്യനെ കാണുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകൾ വന്നിട്ട് പറഞ്ഞു, പടച്ചവൻ റസൂലേ നോമ്പ് തിന്നല്ല, ഭക്ഷണം തിന്നല്ല, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. മേഘത്തിനുള്ളിൽ പോയിട്ടോട് കാണാതായത്, അപ്പൊ അസ്തമിച്ചെന്ന് വിചാരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസികൂ സിയാമക്കും ഹത്താ തഖറുബ അശ്ശംസു ഫീ ഐനൈനി ശൈത്താൻ, ആ 2 ചൈത്താന്റെ മുമ്പിലേക്ക് സൂര്യൻ ഇറങ്ങുന്നവരെ, അഥവാ സൂര്യാസ്തമനം പൂർത്തിയാകുന്നവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഭക്ഷണം പിടിച്ചു നിർത്തി. അപ്പൊ അവർ ചോദിച്ചാൽ നോമ്പ് കഥാ വിട്ടണ റസൂൽ എന്ന് വെച്ചു. നബി പറഞ്ഞ, അല്ലാഹു റസഖക്കും, അള്ളാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് നോമ്പുകാരനായിട്ടും തിന്നാനും കുടിക്കാനുള്ള അവസരം തന്നതാണ്, അള്ളാഹു വിട്ടേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ അബദ്ധം നമുക്ക് സംഭവിക്കാൻ പാടുണ്ടോ? നമ്മുടെ പള്ളികളില് കലണ്ടറുണ്ട്,
നമ്മുടെ കൈമൊക്കെ വാച്ചുണ്ട്, മല്ലാക്ക നൈനും വാച്ചുണ്ട്. തുലാവർഷം ഇടവപ്പാതിയ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പൊ സൂര്യനെ തന്നെ കാണാത്ത ദിവസങ്ങളാ പലതും അല്ലേ? എന്നിട്ടല്ലേ ചന്ദ്രനെ കാണണം. ചന്ദ്രനെ കാണണമെന്നുണ്ടെങ്കിൽ വേറെ കുറെ പടി വേറെ നടത്തണം. സൂര്യനെ പോലും കാണാത്ത ദിവസങ്ങളാണ് ഇവിടെ ആഴ്ചകളോളം കഴിഞ്ഞു പോകണത്. നമുക്ക് ഞങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ചൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ്. കേരളത്തിലെ കാലാവസ്ഥ എല്ലാ നാടുകളിലും അങ്ങനെ തന്നെയാണ്. ദിവസങ്ങളോളം ചന്ദ്രനും ഇതൊന്നും കാണാൻ പറ്റൂല. കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സാധനം അവിടെ ഇല്ല എന്നും നേരം കൊടുത്തിട്ടില്ല എന്നാണ് നേരത്തെ ഞാൻ എടപ്പാൾക്കാരിന്റെ വർത്താനം പറഞ്ഞ മാതിരി. എടപ്പാള് കോഴി ഊക്കിയിട്ടാ പൊന്നാനിക്കാർക്ക് നേരം കൊടുക്കുന്നത്. ആ കോഴി ചത്തോണ്ട് അവർക്ക് നേരം കൊടുക്കാതിരിക്കോ? അതുപോലെ തന്നെ നമ്മളെ നേരം വെളുക്കുമ്പോൾ 9 മണിക്ക് എണീറ്റിട്ട് ഇപ്പൊ സൂര്യൻ ഉദിച്ചിട്ടില്ല അല്ലെങ്കിൽ സൂര്യൻ നേരം വെളുത്തിട്ടില്ല എന്ന് പറയല. 9 മണി ആയിക്കണ്, ഞാൻ എണീക്കാൻ വൈകിയെന്നല്ലേ ശരി. ഇന്നത്തെ റസൂലുള്ളാഹിസ്വല്ലല്ലാഹു നോമ്പ് തുറന്ന് തെറ്റ് പറ്റി നോമ്പ് പിടിച്ചു നിർത്തി. അവസാനം പിന്നെ സമയമായപ്പോ സാധാരണ നോമ്പ് തുറന്നു. ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് ഇത്. ഇന്നത്തെ കാലത്ത് മല്ലാക്കളോട് നമ്മൾ പള്ളിയിൽ പോയിട്ട് പറഞ്ഞു സൂര്യനെ കാണില്ല. റസൂലുള്ളാഹിന്റെ ഹദീസിൽ, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഹദീസിലുണ്ട് സൂര്യനെ കാണാത്ത സാർ നോമ്പ് തുറന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കും മല്ലാക്ക. മല്ലാക്ക പറഞ്ഞു എല്ലാ മൗലവി ഇങ്ങോട്ട് എന്ത് പറ്റിപ്പോയി? മണി എത്ര ഇപ്പോ? മണി 5 മണി. ഇന്ന് എത്ര കണ്ടു നോക്കിയേ, ഇന്ന് എത്രക്കാ മഗ്‌രിബ് സൂര്യാസ്തമനം? 6:16. അപ്പൊ 6:16 ആയാലും ഓർക്കാൻ പറ്റുള്ളൂ. അല്ല മല്ലാക്ക നിങ്ങൾക്ക് എന്ത് പറ്റി? അള്ളാന്റെ റസൂലിന്റെ ഹദീസിലുള്ളത് സൂര്യനെ കാണാൻ പറ്റുന്ന നോമ്പറന്ന് ചെയ്ത് ക്രൂരമായ അക്രമമാണ്, ഇസ്ലാമിന്റെ നിയമ ലംഘനമാണ് അയാൾ നടത്തുന്നത്. കാരണം എന്താ? അയാൾക്കറിയാൻ സമയമായിട്ടില്ല. സൂര്യൻ അസ്തമിച്ചില്ലെന്ന് അയാൾക്കറിയാം. 1 മണിക്കൂർ ബാക്കിയെന്ന് അയാൾക്കറിയാം. ആ ദിവസത്തിന് ഇന്നത്തെ സമയത്താണ് സൂര്യ അസ്തമനം എന്ന് അയാൾക്കറിയാം. ഇതെല്ലാം അറിഞ്ഞത് അയാൾ വാങ്ങോട്ട് അയാൾ കുറ്റക്കാരനാണ്. ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം സൂര്യാസ്തമനത്തിന് ശേഷം നമ്മുടെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കാൻ പോലും ചന്ദ്രൻ 5 മിനിറ്റ് 6 മിനിറ്റ് ബാക്കിയുണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അത് ഉദയത്തിൽ നേരത്തെ സൂര്യന്റെ പിന്നാലെ വന്നിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഈ പകൽ 1-ാം തീയതി പകലാണെന്നാണ്. എന്നിട്ട് ഇപ്പൊ ഈ കാലിമാർ നടക്കുന്നത് അത് കണ്ടാ വിവരം കൊടുക്കാനാണ്. അത് കണ്ടാ നോമ്പൊട്ടുള്ളി എന്നല്ല പറയേണ്ടത്. റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞത്? റസൂൽ പറഞ്ഞ അങ്ങനെയാണല്ലോ. റസൂൽ 29-ാം തീയതി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നോക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി. 29 ദിവസമുള്ള ഒരു മാസമാണെങ്കിൽ ആ മാസത്തിന് 29-ാം തീയതി പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ടുണ്ടോ ഇല്ലേ? നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? മാലിന്യ നിസ്കാരം ഒഴിവാക്കിയിട്ട് പ്രവാചകനും അനുയായികൾ അവിടെ പോയി നിന്ന് നോക്കിയിട്ടുണ്ടോ? അത് നോക്കാനാണോ പ്രവാചകൻ പറഞ്ഞത്? അന്ന് ചന്ദ്രൻ, ഇനി രണ്ടാമത്തെ ചോദ്യം, അന്ന് ചന്ദ്രനെ കാണോ? 29 ദിവസം മാത്രമുള്ള ഒരു ദിവസത്തിലെ 29-ാം തീയതി സന്ധ്യാസമയത്ത് ചന്ദ്രനെ കാണോ? കാണൂല. ലാസ്റ്റ് ഡേ, അവസാന ദിവസമാണ്. അവസാന ദിവസം ചന്ദ്രനെ കാണുകയില്ല. കാണുന്ന കലകളുണ്ട്. ആ മാസത്തിന് 28 കലകൾ കാണും. 28 കലകളുണ്ടാകും. അതിന് 1-ാം തീയതി കാണും. 1-ാം തീയതി അസ്തമന സമയത്ത് കാണും. പിന്നെ അവിടെ നിന്നിട്ട് 27 ദിവസം കാണും. 28-ാമത്തെ ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ ഉദയത്തിന് മുമ്പ് കാണും. സൂര്യോദയത്തിന്റെ ഏതാണ്ട് 50 മിനിറ്റ് 1 മണിക്കൂർ മുമ്പ് സുബൈവാൻ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കിഴക്കൻ ചക്രവാളത്തിന് നോക്കിയകളെ വളരെ മനോഹരമായ ഒരു ചന്ദ്രക്കല ഇങ്ങനെ പൊന്തി വരുന്നതാണ്. അതാണ് ഉർജൂനുൽ ഖദീം. ഖുർആൻ പറഞ്ഞില്ലേ വൽ ഖമറ ഖദ്ദർനാ മനാസില ഹത്താ ആദ കൽ ഉർജൂനുൽ ഖദീം. ഉർജൂനുൽ ഖദീമിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് കണ്ടാൽ മതി. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ മാസത്തിലെ അവസാനത്തെ ചന്ദ്രക്കലയാണ് അത് എന്ന് മനുഷ്യന്മാർക്ക് കാണാൻ പറ്റും. കാരണം സൂര്യ ഉദിക്കലിന് മുമ്പാണ്. അതൊന്ന് വെളിച്ചം കുറവായിരിക്കും, അതൊന്ന് കാണും സാധനത്തിന്. പിന്നെ നേരം വെളുത്ത് നല്ലോണം സൂര്യ ഉദിച്ചാൽ കാണൂല. അങ്ങനെ പോയി പിന്നെ രണ്ടാളും ഒരേ മേഖലയിൽ വന്നാൽ പിന്നെ പിറ്റത്തെ ദിവസം ചന്ദ്രന്റെ ഭൂമി ഒന്നും കാണൂല. അത് ലാസ്റ്റ് ഡേ ആണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ അതിന് കിട്ടുന്ന 1-ാം തീയതിയാണ്. ഈ കാഴ്ചയുടെ പ്രവാചകൻ സഹാബിമാരോട് പറയണത്. കാരണം ഇതാണ് അവർ പരിശീലിച്ചത്. അവർക്ക് കലണ്ടറില്ല, പഞ്ചാംഗമില്ല, ഒബ്സർവേറ്ററികളില്ല, ഭൂതക്കണ്ണാടി ഒരു സാധനം പറയുന്നില്ലല്ലോ. ടെലസ്കോപ്പും ഇല്ല, മൈക്രോസ്കോപ്പും ഇല്ല, ഹബിൾ സ്കോപ്പും ഇല്ല, അതുപോലെ തന്നെ നക്ഷത്രമംഗളവും ഇല്ല, കലണ്ടറും ഇല്ല. ഒന്നുമില്ലാത്തൊരു ജനത ഈ പ്രകൃതിയിലെ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ദിക്ക് മനസ്സിലാക്കും, സൂര്യനെ നോക്കിയിട്ട് സമയം മനസ്സിലാക്കും, സൂര്യപ്രകാശം നോക്കിയിട്ട് സമയം അളന്നിട്ട് നേരെ അളന്നിട്ടും സൂര്യന്റെ പ്രകാശത്തിന്റെ കിരണങ്ങൾ അളന്നിട്ടും ഒക്കെ അവർ സമയം അളക്കും. അതുപോലെ തന്നെ ചന്ദ്രന്റെ കല നോക്കിയിട്ട് എന്ത് ചെയ്യും? അവർ തീരുമാനം എടുക്കും ഇന്ന് 3-ാം തീയതിയാണെന്ന്, ഒരു കലണ്ടർ പോലെ. അങ്ങനെയുള്ള ജനതയോട് നോക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് വേഗം നോക്കാനും കഴിയും, മനസ്സിലാക്കാനും പറ്റും. ആ ഹദീസുകൾ എടുത്തിട്ട് നമ്മൾ അടിക്കരുത്. നമുക്കിന്ന് കാഴ്ചയേക്കാൾ ഗംഭീരമായ അറിവുകൾ നമ്മുടെ കയ്യിലുണ്ട്.
എന്റെ ബഹുമാന്യന്മാരായ ഗുരുനാഥന്മാരെ ഉസൂൽ ഫിഖ് എന്ന് പറയുന്ന വിഷയം അപ്പോൾ നമുക്ക് പഠിക്കുന്ന കാലത്ത് എടുക്കുമ്പോൾ തന്നെ എന്റെ ഗുരുനാഥൻ തന്നെ പറഞ്ഞത് ഞാൻ തന്നെ അക്കാലത്ത് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. എന്താ വിഷയം എന്ന് വെച്ചാല്, ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടും ഒരു വിഷയത്തിൽ വന്നാൽ ഏതിനെയാണ് മുൻഗണന കൽപ്പിക്കേണ്ടത്? ഉസൂലി പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നത് ഇൽമുൻ ഖത്ഈ, ഗണ്ഡിത അറിവിന് പരിഗണന കൽപ്പിക്കണം, അതാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു, സാർ എന്താണ് ഈ ഇൽമു എനിക്കൊരു ഉദാഹരണം, ഇൽമുൽ ഖത്ഈക്ക് എന്താ ഉദാഹരണം? അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇൽമു എനിക്ക് ഉദാഹരണം അർ-റുഖ്യത്തു വശഹാദത്തു, കൺകാഴ്ച നഗ്നനേത്ര ദൃശ്യവും ആളുകൾ വന്ന് പറയുന്ന സാക്ഷിത്വവും അത് ഇൽമു വല്ലിയാണ്. ഊഹം കുറച്ചെങ്കിലും നിലനിൽക്കുന്ന അറിവാണത്. അതുകൊണ്ട് എന്തേയുള്ളൂ, അകലവും തന്നെ ഉണ്ടാവും. ഊഹത്തിൽ അങ്ങേയറ്റത്തെ ഒരു ഉറപ്പുണ്ടാക്കാം, അത്രേ ഉള്ളൂ. 100% ഉറപ്പ് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ സാർ, കണ്ണുകൊണ്ട് ഞാൻ സാധനം കണ്ടു, എന്നിട്ട് പിന്നെ അതിനൊരു സംശയം? അപ്പൊ പറഞ്ഞു, കണ്ണ് ചിലപ്പോൾ മനുഷ്യനെ വഞ്ചിക്കും. അതിന് സാറ് പറഞ്ഞ ഉദാഹരണം എന്നറിയോ? സാറിന്റെ പേര് ഞാൻ വിടുകയാണ്, പേരല്ല നമുക്ക് പ്രശ്നം, വിഷയമല്ല പ്രശ്നം. ഞാൻ ദീപത്തായി പോകേണ്ട ആളെ പേര് പറഞ്ഞിട്ട് സാറ് പറഞ്ഞ്, തീവണ്ടിയിൽ പോകുന്ന മനുഷ്യന് മരവും കെട്ടിടങ്ങളൊക്കെ ഓടുന്നത് ഇങ്ങനെ കണ്ണിൽ കാണും, പക്ഷെ വണ്ടിയാ ഓടുന്നതെന്ന് അവന്റെ ബുദ്ധി പറഞ്ഞു കൊടുക്കും. അപ്പൊ കണ്ണിന് വഞ്ചന പറ്റാ, ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഷഹാദത്തോ, 4 സാക്ഷികൾ വന്ന് പറഞ്ഞു ഇന്നയാള് വ്യഭിചരിച്ചൊന്ന്, ഇസ്ലാമിന്റെ നിയമപ്രകാരം എറിഞ്ഞു കൊല്ലണ്ടേ? അപ്പൊ 4 സാക്ഷികൾ പറഞ്ഞാൽ അത് അംഗീകരിക്കണ്ടേ? സാക്ഷിത്വത്തിനെന്താ വന്ന് ഉറപ്പല്ലേ? അപ്പൊ പറഞ്ഞു, അല്ല, അതിലും വന്നിന്റെ ഒരു വശം. കാരണം എന്താ, വൈരാഗ്യമുള്ള 4 ആളുകൾ കൂടിയിട്ട് ഒരു വാര്യവത്താക്ക ഒരു പെണ്ണിനെ പറ്റി ആണിനെ പറ്റിയിട്ട് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അവർ 4 ആള് ഞങ്ങൾ കണ്ടു എന്ന് സത്യം ചെയ്തിട്ട് ഖുർആന്റെ മുകളിൽ കയ്യേറ്റിട്ട് ഗൂഢാലോചന നടത്തിയാലോ ശിക്ഷ നടത്തേണ്ടി വരും ചിലപ്പോ. പക്ഷെ ആ സാക്ഷിത്വത്തിൽ എന്തുണ്ട്? സംശയത്തിന്റെ അംശപ്പെടും ബാക്കിയുണ്ട്. അപ്പൊ ഇൽമുൽ ഖത്ഈക്ക് എന്താ സാർ ഉദാഹരണം? ഇൽമുൽ ഖത്ഈക്ക് ഉദാഹരണം അദ്ദേഹം പറഞ്ഞതാണ് ഇൽമുൽ ഫലകി വൽ ഹിസാബ്, ഗോളശാസ്ത്രവും ഗണിതശാസ്ത്രവും. അപ്പൊ ഞാൻ ഗണിതശാസ്ത്രം, അപ്പൊ കണക്ക് തെറ്റൂല, 4 4 കൂട്ടി 8. ഏതെങ്കിലും കുട്ടികൾ 4 4 7 പറഞ്ഞാൽ പെരടിക്കൊന്ന് അടിക്കുക, ഒരു അടി കൊടുത്തിട്ട് പറ ഒന്നുകൂടി കണക്കൂടണം, ഒന്നുകൂടി കണക്കൂട്ടാൻ പറഞ്ഞാൽ 4 4 8 വരും. അതൊരിക്കലും 9 7 ആവൂല. കണക്ക് കണക്ക. അള്ളാഹു പറഞ്ഞ അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആല ഖലഖ കുല്ല ശൈഇൻ ബിഖദർ, എല്ലാം അള്ളാഹു തആല കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കണക്കില്ലെങ്കിൽ പ്രപഞ്ചം തകരൂലേ? ഒരു ഡിഗ്രി പോലും തെറ്റാൻ പാടില്ല, ഒരു ഡിഗ്രിയുടെ അംശം തെറ്റാൻ പാടുണ്ടോ? നിങ്ങൾ നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ യന്ത്രങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകൾ, ഇതൊക്കെ എത്ര കാൽക്കുലേഷൻ തിയറിയുടെ അങ്ങേയറ്റത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ മൊബൈൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സെക്കൻഡാണ്. ഒരു സെക്കൻഡിനെ ഡിജിറ്റലാക്കി മാറ്റിയതാ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന് 10,000 കോടി അല്ലേ, 10,000 കോടിയുടെ അംശമാക്കിയിട്ടാണ് ഇപ്പോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പ്യൂട്ടറും ഈ മൊബൈൽ ഫോണുകളും ഒക്കെ നെറ്റും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ശാസ്ത്രം അതിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിട്ട് ആറ്റമിക് സെക്കൻഡിലേക്കാണ് പോകുന്നത്. ആറ്റമിക് സെക്കൻഡിലേക്ക് എന്ന് പറഞ്ഞാൽ ആറ്റമിന്റെ ഘടകത്തെ എത്ര ചെറുതാണോ ആ അവസ്ഥയിലേക്ക് സെക്കൻഡുകളെ മാറ്റാൻ വേണ്ടി പോവാ. അപ്പൊ ഈ കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ മൊബൈലിനേക്കാളും പരിഷ്കൃത മൊബൈലും കമ്പ്യൂട്ടറൊക്കെ വരാൻ പോവാ. ഇങ്ങനെ ലോകത്ത് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തില് നവോത്ഥാന പ്രസ്ഥാനക്കാരെങ്കിലും ഈ മനുഷ്യന്മാരെന്തിനാ ഞങ്ങളെ പേടിപ്പെടുത്തിട്ട്, ഞങ്ങളെ ചൂണ്ടിക്കാട്ടിന് പേടിപ്പെടുത്തിയിട്ട് ഞങ്ങൾ കുഴപ്പക്കാരാന്ന് പറഞ്ഞത്? അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. ശരിയല്ല കുത്തരെ ഇത്. നവോത്ഥാന പ്രസ്ഥാനക്കാർ നവോത്ഥാനം ഉണ്ടാക്കണം. ഈ വിഷയത്തിൽ ലോകത്തിന് നവോത്ഥാനം ഉണ്ടാക്കണം. ലോകം മുഴുവൻ ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ ഈ പ്രശ്നമുണ്ട്. ഇവിടെ മാത്രമൊന്നല്ല. കാരണം എന്താണ്? ലോകത്തെല്ലായിടത്തും ബീജാതി ആൾക്കാർ പടിഞ്ഞാട്ട് നോക്കിയിട്ട് ചന്ദ്രൻ തീരുമാനിക്കണവര്, പടിഞ്ഞാട്ട് നോക്കിയിട്ട് ഉദയം തീരുമാനിച്ച എന്താ കഥ? എന്താ കഥ? തലകുത്തി നിന്നിട്ട് നോക്കണ മാതിരിയല്ലേ? അത് നേരത്തെ നിന്ന് നോക്കി ചില ആളെ കാണുക, തലകുത്തി നിന്നിട്ട് ആളെ നോക്കി ആളുണ്ടല്ലോ. കിഴക്കോട്ട് നോക്കി തീരുമാനിക്കാതെ പടിഞ്ഞാട്ട് നോക്കുക. പടിഞ്ഞാട്ട് നോക്കിയാൽ കാണും, അസ്തമനം കാണും. 1-ാം തീയതി അസ്തമിക്കുന്ന ചന്ദ്രനെ കാണും. കണ്ണ് നിറയെ കണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു തീരുമാനിച്ച് കിട്ടിയ 1-ാം തീയതിയാണെന്ന്
അസ്തമിക്കുന്ന ചന്ദ്രനെ കണ്ട് നാളെ 1-ാം തീയതി എന്ന് തീരുമാനിക്കുന്ന വിഡ്ഢിത്തത്തിൽ നിന്ന് നവോത്ഥാന പ്രസ്ഥാനക്കാരെങ്കിലും മാറിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇസ്ലാം മതം ശാസ്ത്ര മതമാണെന്ന് പറയുന്ന വർത്താനം നിർത്തിങ്ങൾ. ഇസ്ലാം വലിയ ശാസ്ത്ര മതമാണ്, ശാസ്ത്രീയ മതമാണ്, ഇസ്ലാമിന് ശാസ്ത്രത്തിന് വിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾ വരെ ഫറൂഖ് ചങ്ങാടിയിൽ നിന്ന് അവിടെയുള്ള ആളുകൾ എന്നൊരു അല്ലമാതിരി ഞങ്ങൾ അമാവാസി ഇന്ന് കഴിഞ്ഞ്, ഇന്ന് ലാസ്റ്റ് മാസത്തിലെ അവസാനത്തെ ദിവസത്തിലാണ് അമാവാസി. ഇനി നാളെ നിങ്ങൾക്ക് 1-ാം തീയതി ആവോ? നിങ്ങളെ പെരുന്നാൾ നാളെ തന്നെ അല്ലേ? ഈ ചോദ്യം ചോദിക്കുമ്പോ അതിനർത്ഥം എന്താ? നമ്മളെ ശാസ്ത്രബോധം എവിടെ എത്തിയെന്നാണ്. ലോകത്തിന്റെ മുഴുവൻ ശാസ്ത്രം വിതരണം ചെയ്തവരാണ് ഇസ്ലാം മതം. മനസ്സിലായില്ലേ? അപ്പോ ഇതെല്ലാം ഇതിനടിസ്ഥാനം ഞാൻ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ പറയണത് മുഴുവൻ. ഇതിലൊരു സയൻസും ഇല്ല, ഇതിന് മതനിയമം തന്നെ പറയുന്നത്. കാഴ്ചക്കാരായ ആളുകളോട് നിങ്ങൾ മുഖം ചോദിക്കുന്നത് മംഗലാപുരത്ത് കണ്ട കാസർകോട്ടർക്ക് ബാധകമാണോ അല്ലേ? കാസർഗോഡ് കണ്ട തിരുവനന്തപുരം കന്യാകുമാരി വരെയുള്ള മലയാളികൾക്കൊക്കെ ബാധകമാക്കിയിട്ട് ഇവർ ഐക്യണ്ടാക്കുക. സൗദി അറേബ്യയിലെ മക്കടക്കമുള്ള സൗദി അറേബ്യയിലും കേരളത്തിലൊക്കെ കഴിഞ്ഞ ചന്ദ്രന്റെ കാഴ്ച 5 മിനിറ്റ് എല്ലായിടത്തും. എന്നിട്ട് സൗദി അറേബ്യക്കാർക്ക് മറ്റന്ന് അറഫ ദിൽഹജ്ജ 9 നിങ്ങൾക്ക് എന്റെ മറ്റന്നായി? എങ്ങനെ ഒരു ദിവസത്തിന് ഒന്നിലധികം തീയതി? ഒരു തീയതിക്ക് എങ്ങനെ ഒന്നിലധികം ദിവസം സങ്കല്പിക്കുക? ഇതെന്തൊരു വിഡിത്തമാണിത്? ഈ വിഡിത്തത്തെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോ നമ്മളെ കല്ലെറിയ അല്ലെ, സംഘടനയുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പുകച്ച് ചാടിക്കുക. 10-29 കൊല്ലം ഈ സംഘടനയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് സമയവും അറിവും പണവും എല്ലാം ചെലവഴിച്ചിട്ട് അവസാനം ഈ ഒരു കാര്യം സംഘടനയുടെ ഉള്ളിൽ പറഞ്ഞതിന്റെ പേരിൽ പുകച്ച് ചാടിക്കാൻ മാത്രം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തരംതാഴാൻ പാടില്ല. എനിക്ക് ആരോട് വൈരാഗ്യം കൊണ്ടല്ല, ഒരാളെങ്കിലും ഇതിന് ബലിയാടാകട്ടെ എന്ന് വിചാരിച്ചാൽ ജനങ്ങളോട് സത്യം പറയാൻ. ഇതെന്തിനാണ് പൂഴ്ത്തിവെക്കുന്നത്? ഇതെന്തിന് പൂഴ്ത്തിവെക്കണം? ജനങ്ങൾ പഠിപ്പിക്കേണ്ട വിഷയം അതുപോലെ പഠിപ്പിക്കുകയും. അപ്പൊ പറയുന്നത് വലിയൊരു നേതാവിനോട് ഞാൻ സംസാരിച്ചു, ഒരു സംഘടന വലിയ നേതാവിനോട്. അദ്ദേഹം പറഞ്ഞു, കോയക്കുട്ടി പോലെ ഒരു കാര്യം ചെയ്ത് പ്രസംഗിച്ചോളി എഴുതിക്കൊള്ളിയൊക്കെ ചെയ്തോളി, പക്ഷെ സംഘടനയ്ക്ക് ആ ദ്രോഹമായിട്ടുണ്ട് വരേണ്ടതാണ്. ശരി, അതെന്താ കാരണം എന്ന് വെച്ചു, ഞങ്ങൾക്ക് അനയിക്കുണ്ടാവുന്നതാണ്. അനയിക്ക് എങ്ങനെ അനയിക്കുണ്ടാവാം? അനയിക്കുണ്ടാവണം എങ്ങനെ? നിങ്ങൾ ഒരു ദിവസം പെരുന്നാൾ നടത്തുമ്പോൾ അനയിക്കുണ്ടാവും? ഉണ്ടാവുന്ന പറഞ്ഞത് ഇന്നുണ്ടായിക്കോട്ടെ. അങ്ങനത്തെ അനേകം സത്യം പറഞ്ഞതിന്റെ പേരിൽ പ്രസ്ഥാനം എമ്പാടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവിടെ ഇ കെ മൗലവിമാരും കെ എം മൗലവിമാരടക്കമുള്ള സനാവുള്ള മക്കിത്തങ്ങളെ കാലം വരയ്ക്കുന്ന നൂറ്റാണ്ടായല്ലോ കേരളത്തിൽ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായിരുന്നല്ലോ. എന്നിട്ട് സത്യം പറയാതെ നിൽക്കണവരാണെങ്കിലും ഇത് പ്രപഞ്ചത്തോളം വിശാലമായ സത്യമാണ്. അപ്പം എന്താ പറയുക, അപ്പൊ പണ്ഡിതന്മാരായ ആൾക്കാരത് ചെറുതാക്കാം. എന്തൊരു മാസപ്പിറവിന്റെ വിഷയത്തിൽ ഇത്രയധികം പറയാണ്ടോ? എന്റെ ഗുണകാംക്ഷികളായ ആൾക്കാർക്ക് അവരോട് പറഞ്ഞത്, കോയക്കുട്ടി മൗലവി നിങ്ങൾ ഈ അറിവും കാര്യങ്ങളും മറ്റൊക്കെ ഉപകാരപ്രദമായ കാര്യത്തിൽ തിരിച്ചുപിടി. ഈ ആകപ്പാട് മാസപ്പിറവിന്റെ വിഷയത്തിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ നേരം കളയുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഹതാപത്തിന് നന്ദി, നിങ്ങളുടെ ഗുണകാംക്ഷത്തിന് അതിനേക്കാൾ വലിയ ശുഭൻ. പക്ഷെ ഒരു സംഗതിയുണ്ട്, ഡസൻ കണക്കിൽ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ. ആ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയാൻ നിങ്ങൾക്കൊക്കെ മടിയാണെങ്കിൽ ഞാൻ ആ മടി തീർന്നവനാണ്, ഞാനത് ജനങ്ങളോട് പറയുന്നു. എന്നിട്ടോ ഞാൻ 29-30 കൊല്ലക്കാലം എഴുതി വന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഈ വിഷയ സംബന്ധമായി എഴുതി കൊടുത്താൽ ഒരു അക്ഷരം പോലും പ്രസിദ്ധീകരിക്കില്ല. ഞാൻ എത്രയും ബേജാറായ ആ വിഷയത്തിലാണ്. ബാക്കി എന്തെഴുതി കൊടുത്താലും ആരെഴുതി കൊടുത്താലും പ്രസിദ്ധീകരിക്കും. ഞാൻ ഈ വിഷയം എഴുതി കൊടുത്താൽ നിങ്ങളോട് പറഞ്ഞെന്നറിയും, മൗലവി അതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതിക്കോളി, ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം. ഞാൻ പറഞ്ഞ അതല്ലാത്ത കാര്യങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും എമ്പാടും ഇവിടെ ഉണ്ടല്ലോ. പ്രസ്ഥാനങ്ങളും സംഘടനകളും പിന്നെ ആൾക്കാരും ഒക്കെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഈ വിഷയം ആരും പറയുന്നില്ല. ഇത് ജനങ്ങൾ അറിയിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇതിന് നവോത്ഥാന പ്രസ്ഥാനം നേതൃത്വം വഹിക്കണം. ബാക്കിയുള്ളവരെ എല്ലാ വിഷയങ്ങളിലും കൊണ്ടുവന്നതുപോലെ ഈ വിഷയത്തിൽ അവരെ കൊണ്ടുവരണം. അതിനുവേണ്ടി നിങ്ങൾ പണ്ഡിതന്മാർ നേതൃത്വം വഹിക്കണം. അത് ലോകത്തിന് തന്നെ മാതൃകയാകും. ഈ യാഥാർത്ഥ്യം വളരെ സത്യമാണ്, വലിയ വലിയ സത്യമാണിത്. ഒരു ദിവസത്തിന്റെ തീയതിയിൽ മാറ്റം വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഈ കലണ്ടർ ഇസ്ലാമിക കലണ്ടർ, ഹിജ്റ കലണ്ടറാണ് ഇസ്ലാമിന്റെ കലണ്ടർ. അത് ചന്ദ്രനും ഭൂമിയും
സൂര്യനും കൂടിയുള്ള കലണ്ടറാണ് ലൂനാർ സിസ്റ്റം. ആ ലൂനാർ സിസ്റ്റം പ്രകാരമുള്ള കലണ്ടർ അനുസരിച്ചിട്ട് അടിമണിക്ക് തന്നെ അതിന്റെ അടിയിൽ ടൈറ്റ് ചെയ്യുന്നതല്ലോ. എന്നിട്ട് അത് നമ്മൾ അച്ചടിച്ച് കൊടുക്കുന്നല്ല. അദ്ദേഹം ഒരു കലണ്ടറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് കലണ്ടറാക്കാൻ എന്താ അവകാശം? കലണ്ടർ പ്രപഞ്ചത്തിന്റേതല്ല, അള്ളാഹുവിന്റേതല്ലേ. ഇതിനെ കമ്മിറ്റിക്കുന്ന അധികാരം ശാസ്ത്രലോകം കണ്ടുപിടിച്ച ലൂനാർ കലണ്ടർ സിസ്റ്റം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുണ്ട് നമ്മൾ. അത് ഇസ്ലാമിന്റേത് കൂടിയാണ്. അതുകൊണ്ടാണ് അതിലാണ് ഇസ്രാ കലണ്ടർ കൃത്യമായിട്ട്. അതുകൊണ്ട് ഇസ്രാ കലണ്ടറിന്റെ പ്രവർത്തനമാണ് ഏറ്റവും വലുത്. അത് ഇസ്ലാം മതം പഠിപ്പിച്ചതാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹജ്ജത്തുൽ വിദാഇൽ പ്രഖ്യാപിച്ചതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, നബിയുടെ ഹജ്ജുണ്ടല്ലോ, അവസാനത്തെ ഹജ്ജ് നബിയുടെ. ആ ഹജ്ജിൽ പ്രവാചകൻ വന്നു, അറഫാ സമ്മേളനം കഴിഞ്ഞു, ഏതാണ് പൂർത്തിയാകണം, വൈകുന്നേരം വന്നപ്പോ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങി. ജനങ്ങളെല്ലാവരും പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറഫയിൽ നിന്ന്. പ്രവാചകനും പിരിഞ്ഞു പോണ പോക്കിലാണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്. പ്രവാചകന് ഭയങ്കര സന്തോഷമായി. ഇന്നത്തോടുകൂടി ദിവസം മതം പൂർത്തിയാകുന്നു എന്ന കൽപ്പനയാണത്. പൂർത്തിയാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ചെയ്യേണ്ട ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. ദിൽഹിജ്ജ 10-ാം തീയതി. ആ ദിൽഹിജ്ജ 10-ാം തീയതി ജനങ്ങളെല്ലാം മിനായിൽ കൂടുകയാണ്. അവിടെ ഒരുപാട് കർമ്മങ്ങൾ ആദ്യമാക്കി ചെയ്യാനുണ്ട്. അറഫയിൽ എന്താണുള്ളത്? ഒരു മഹാസമ്മേളനം. മഹ്ശറ ഹാജരാക്കിക്കൊണ്ട് മഹ്ശറയിൽ ഹാജരാക്കപ്പെട്ടതുപോലെ അവിടെ നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലിക്കൊണ്ട് ഇബാദത്തെടുത്തിട്ട് ആരാധനകൾ നിർവഹിച്ചു. അവിടെ നിന്ന് ശാന്തമായി കഴിഞ്ഞ് മുസ്ദലിഫയിൽ പോയി കടന്നുറങ്ങി. പിറ്റേ ദിവസം മിനായിൽ വന്നാൽ തിരക്കി പിടിച്ച ദിവസമാണ്. അന്നാണെങ്കിലോ ഏറ്റവും കൂടുതൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഇബാദത്ത് ചെയ്യേണ്ട ദിവസമാണ്. ഖുർആനിന്റെ പേരിട്ട് യൗമുൽ ഹജ്ജുൽ അക്ബർ എന്നാണ്. യൗമുൽ ഹജ്ജുൽ അക്ബർ ദിൽഹിജ്ജ 10-ാം തീയതിയാണ്. ഏറ്റവും വലിയ ഹജ്ജിന്റെ ദിനം എന്താണെന്ന്? അന്ന് മിനായിൽ വന്നാൽ അക്കബയിൽ കല്ലെറിയണം, അത് കഴിഞ്ഞാൽ മുടി വെട്ടണം, അത് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറണം, അത് കഴിഞ്ഞിട്ട് നേരെ എന്ത് വേണം, അറവിന് പോകണം, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ അറവ് നടത്തണം, അത് കഴിഞ്ഞിട്ട് മക്കത്ത് പോയിട്ട് തവാഫ് പാത ചെയ്യണം. ഇത് 4 അറ്റങ്ങളിലാണ് മിനായുടെ. ഈ കർമ്മങ്ങളെല്ലാം ഹാജിമാർ കഠിന ത്യാഗത്തോടുകൂടി ചെയ്യേണ്ട ദിവസമാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു യൗമുൽ ഹജ്ജുൽ അക്ബർ, ഏറ്റവും വലിയ ഹജ്ജിന്റെ ദിനമാണെന്ന്. യൗമുൽ ഹജ്ജുൽ അക്ബറിന്റെ ദിവസമാണ്. യൗമുൽ ഹജ്ജുൽ അസ്ഗർ അത് അറഫാ ദിവസമാണ്. അതുപോലെ അൽ ഹജ്ജുൽ അസ്ഗർ എന്ന് പറയാറുണ്ട് ഉംറയെ പറ്റി. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഹജ്ജിനെ കുറിച്ചും പറയാറുണ്ട് സാങ്കേതികപരമായിട്ട്. ആ ദിവസത്തെ പ്രവാചകൻ മിനായിൽ വെച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും മിനായിൽ ഒരുമിച്ച് കൂടുകയാണ്. അവരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി കൽപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ആയത്തോതിന് മുമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം ഏതാ? ഇന്നത്തെ ദിവസം യൗമുൻ നഹറല്ലേ, വേറെ വല്ല പേരിടോ എന്ന് സംശയിച്ചു എന്നാ സഹാബിമാർ പറയുന്നത്. ആ ദിവസത്തിന് വേറെ വല്ല പേര് നബി ഇടാൻ പോകാൻ സംശയിച്ചു. നബി ആളുകളെല്ലാം ഉണ്ടാകുന്നു അല്ലാഹു റസൂലിന് അറിയാതെ പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ഹാദാ യൗമുൻ നഹർ, ഇത് യൗമുൻ നഹറല്ലേ, ആളുകൾ ബലി അർപ്പിക്കേണ്ട ദിവസമല്ലേ ഇത്? അതെ. പിന്നെ നബി ചോദിച്ചു, ഈ അതാ ഷഹറുക്കുമാതാ, ഇത് ഏത് മാസമാണ്? അപ്പൊ ആളുകൾ മിണ്ടിയില്ല. കാരണം ഈ മാസത്തിന് നബി വേറെ വല്ല പേരിടാൻ പോവാണെന്ന് വിചാരിച്ചിട്ടാണ് സഹായന്മാര് പറയുന്നത്. നബി പറഞ്ഞു, ഇത് ദിൽഹിജ്ജ മാസമല്ലേ? ആണ്. പിന്നെ ചോദിച്ചത് എവിടെയാണ്? ഇതെവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? വിശുദ്ധമായ ഹറമിലാണ്, ബലദാണ്. ഏത് നാട്ടിലാണ് നിങ്ങൾ? ബലദൻ ഹറാമായ നാട്ടിലാണ്. ഇത് പറഞ്ഞ ശേഷം നബി പറഞ്ഞു, അതെ, ഈ നാട്ടിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ എന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ ബിഹുർമതി യൗമിക്കും ഹാദാ വശഹരിക്കും ഹാദാ വബലദിക്കും ഹാദാ. ഈ നാട്ടിന്റെയും ഈ മാസത്തിന്റെയും ഈ ദിവസത്തിന്റെയും പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും പവിത്രമാണ്. ഇത് പറഞ്ഞു നബി പറഞ്ഞു, കാലമിതാ കറങ്ങി തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ പടച്ച ദിവസം എത്രമാത്രം പരിശുദ്ധമായിരുന്നുവോ, എത്രമാത്രം പ്രകൃതി നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് റബ്ബ് ആകാശഭൂമികൾ പടച്ചത്, അതുപോലെ തന്നെ മാസത്തിന്റെയും ദിവസത്തിന്റെയും പവിത്രത വന്നു ചേർന്ന ദിവസമാണെന്ന് എന്ന് വിശ്വാസം പ്രഖ്യാപിച്ചതാണ്. അപ്പൊ ഇവിടെ കലണ്ടർ പ്രഖ്യാപിച്ച പ്രവാചകൻ മാസം, ദിവസം, സ്ഥലം, ഇത് 3 കലണ്ടറിന്റെ പ്രധാന ഘടകങ്ങളാണ്. ഒരു സ്ഥലം വേണം, ഒരു സമയം വേണം, കാലം വേണം, തീയതി വേണം. അതിന് നിർണയിച്ച പ്രവാചകൻ ഹിജ്റ കലണ്ടർ എന്ന് പറയുന്ന പ്രഖ്യാപനം നടക്കുന്നത്.
അതനുസരിച്ചിട്ടായി പിന്നെ കർമ്മങ്ങളൊക്കെ. പിന്നെ റസൂലുള്ളാഹി മടങ്ങി വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് വേഗം മരിച്ചു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു കാലം വന്നപ്പോഴോ അവർക്ക് ലോകവുമായി കൂടുതൽ ബന്ധങ്ങളായി, രാജ്യങ്ങൾ കൂടുതൽ കീഴടങ്ങൽ തുടങ്ങി. അപ്പോ എഴുത്തുകുത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ നടത്തേണ്ടി വന്നപ്പോ അദ്ദേഹം തീരുമാനിച്ച് സഹായിമാരെ വിളിച്ച് ചോദിച്ചു, നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കണമല്ലോ. പ്രവാചകൻ ഹിജ്റ ബേസാക്കി അല്ലെങ്കിൽ വേറൊന്നും ബേസാക്കി നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കലണ്ടറിന്റെ വ്യവസ്ഥ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കലണ്ടർ ഉണ്ടാക്കണം. നമ്മൾ ചെക്കയച്ചാൽ, ഡി അയച്ചാൽ, പിന്നെ കത്തയച്ചാൽ അത് ഇന്ന ദിവസം അയച്ചു, ഇന്ന മാസത്തേക്ക് അയച്ചെന്ന് അറിയണമല്ലോ. നമുക്ക് ഡീലിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാഖ് കീഴടങ്ങിയിരിക്കുന്നു, ഇറാൻ കീഴടങ്ങുന്നു, ഈജിപ്തിലേക്ക് പട്ടാളം പോകുന്നു, നാടുകൾ വിശാലമാകുന്നു, ഇസ്ലാമിക സാമ്രാജ്യം വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കത്തുകളും ഇടപാടുകൾ നടത്തണം. അപ്പൊ പഴയത് മാതിരി പറ്റൂല. ഡേറ്റും തീയതിയും കാര്യങ്ങളൊക്കെ എഴുതണം. എന്ത് ചെയ്യണം? സാഹിമാര് പറഞ്ഞു, നിരസലാസനം ജനിച്ച ദിവസം തീരുമാനിക്കുക, മരിച്ച ദിവസം തീരുമാനിക്കുക, നിരസലാസനയുടെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഒക്കെ അതിൽ തള്ളിപ്പോയി. അവസാനം പറഞ്ഞു